വണ്ണം കുറയാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. അത് എപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് വണ്ണം കൂടുന്ന ആഹാരങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കത് കുറയ്ക്കാനായിട്ട് ഒരു റെസിപ്പിയാണിത്. ഇത് കീൻവ എന്ന് പറയും. അത് ഒരു പാത്രം, ഒരു ചെറിയൊരു ബൗൾ നിറച്ച് കീൻവ എടുത്ത് നമുക്ക് രാത്രിയിലത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് 3 പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കപ്പ്. അത്രയും മതിയാവും. അത് വെള്ളത്തിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് അടുപ്പയിൽ വയ്ക്കുക. അതവിടെ കിടന്ന് വേവട്ടെ. അതിനകത്ത് ചേർക്കാനുള്ളത് പച്ചമുളക്, വെളുത്തുള്ളി, സവാള, പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിനകത്ത് ശകലം ഉപ്പൊഴിച്ചിട്ട് അതിനെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുക, കീൻവ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനമാണ്. നമ്മൾ ചോറ് കഴിക്കുന്ന സ്ഥാനത്ത് ഇത് കഴിച്ച് നോക്കുക. സ്ഥിരമായിട്ടല്ലെങ്കിൽ ഒന്നിടവിട്ടെങ്കിലും കഴിച്ച് നോക്കണം. എന്നിട്ട് ആ മുട്ടയിലേക്ക് ഇച്ചിരി ഒരു അര സ്പൂൺ കുരുമുളക് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് ആ പച്ചമുളകും ഈ ചേർത്ത കുരുമുളകും മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ടൊരു ചട്ടിയിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൊഴുപ്പ് കുറയാൻ നല്ലൊരു സംഗതിയാണ്. നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ മാറ്റിത്തരും. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യൊക്കെ ആവശ്യത്തിന് ചേർക്കുന്നതിന് കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നെയ്യ് ഗുണമുള്ള സാധനമാണ്. അതിലേക്ക് ഇനി ഓരോ ഐറ്റവും ചേർത്ത് കൊടുക്കുക. കടുകാണ് ചേർത്ത് കൊടുത്തത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇച്ചിരി നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോൾ എടുത്ത് വെച്ച വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, സവാള ഇതെല്ലാം കൂടി ഇട്ട് നന്നായി ചിക്കി വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അടുത്ത സാധനം ചേർത്ത് കൊടുക്കാം. അത് ചിക്കി ഒന്ന് വെന്ത് വരട്ടെ. മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഒരുവിധം വെന്ത് വന്നപ്പം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതും അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നുപോലാകുന്നത് വരെ ഒന്ന് ചിക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചീരയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇലക്കറികൾ നല്ലതാണല്ലോ. അപ്പോൾ ചീര ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ എന്താണോ വേണ്ടത് അതെല്ലാം ചേർത്ത് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ചീരയാണ് ഇട്ട് കൊടുത്തത്. ചീര ഇലക്കറി ആയതുകൊണ്ട് വയറിന് നല്ലതുമാണ്, മലശോധനയ്ക്കും എല്ലാം. ഇത് അത്താഴത്തിനാണ് നമ്മൾ ശരിയാക്കുന്നത്. അപ്പം ചീര ഒരു 2-3 പിടി ചീര അരിഞ്ഞത് കാണുന്നത് വെന്ത് ഒതുങ്ങി. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പീരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 സ്പൂൺ തേങ്ങാപ്പീര കൂടെ ചേർത്ത് ഒന്നുകൂടെ ചിക്കി യോജിപ്പിച്ച് നെയ്യൊക്കെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് തോന്നാൻ വേണ്ടിയിട്ടുമാണ്. അതുപോലെ നല്ലതാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ആ മുട്ടയില്ലേ, നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് അതും എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലേക്കൊന്ന് ചിക്കി കൊടുത്ത് തേങ്ങയും ചീരയും അതുപോലെ തന്നെ കുരുമുളക്, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, സവാള ഇതെല്ലാം കൂടെ ചിക്കിയതിനകത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനമുണ്ടല്ലോ കീൻവ, അത് വെള്ളം വാരാൻ വെച്ചിട്ട് വാർന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് കോരിയിടുക. അപ്പോൾ കോരിയിടുമ്പോൾ കൂടുതലാണെങ്കിൽ നമ്മൾ കുറച്ചിട്ട് ബാക്കി ഇട്ടാൽ മതി. കാരണം അപ്പോൾ കീൻവ കുറച്ചല്ലേ ആവത്തുള്ളൂ. അല്ല, ആൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആളിനെ കണക്ക് 3 പേർക്കുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ശരിയാക്കിയത്. അത്രയും തന്നെ വേണമെന്നില്ല.
നെയ്യും മുട്ടയും ഒക്കെ ഉള്ളത് കൊണ്ട് കഴിക്കാനും നല്ല സുഖമാണ്. നമുക്കിത് വേറൊരു ഇതായിട്ട് തോന്നത്തില്ല. വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂൺ നെയ്യ് കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ പാചകം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. തടി കുറയ്ക്കാൻ വളരെ നല്ലതാണ് കീൻവ. ചോദിച്ചാൽ മതി, സൂപ്പർ മാർക്കറ്റിലൊക്കെ ചോദിച്ചാൽ കീൻവ അവർ തരും. അപ്പം ഒന്ന് ചോദിച്ച് വാങ്ങി നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ. തടി കുറയാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാമെങ്കിൽ വളരെ നല്ലതാണ്. വളരെ നേരത്തേക്ക് നമുക്ക് വിശപ്പ് തോന്നുകയേയില്ല. ഒന്ന് ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഒന്ന് ചെയ്ത് നോക്കൂ. ഒരു മാസം ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. ഒറ്റ ദിവസം കൊണ്ടൊന്നും അതിന് ഫലം കിട്ടില്ല. താങ്ക് യു.